പോലീസ് സേനയിലെ ആളുകൾക്ക് മാനസിക പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു. എന്നാൽ പോലീസുകാർ തന്നെ മാനസികമായി പീഡിപ്പിച്ച് ഒരു പോലീസുകാരൻ്റെ ഭാര്യ ആത്മഹത്യയുടെ വക്കിലാണ് ഇങ്ങ് കൊല്ലത്ത്. ഭർത്താവ് SI ആണ്, ഭർത്താവിൻ്റെ പെൺസുഹൃത്തും SI ആണ്. ഇവർ രണ്ടുപേരും കൂടി ഈ SIയുടെ ഭാര്യയെ മാനസികമായി പീഡിപ്പിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറായ ചൈത്ര തെരേസ ജോണിന് പരാതി ലഭിച്ചത്. നിങ്ങളുടെ ഭർത്താവ് ഏത് സ്റ്റേഷനിലെ പോലീസുകാരനാണ്? വർക്കല സ്റ്റേഷനിൽ. ഈ ആരോപണ വിധേയയായ പോലീസുകാരി ഏത് സ്റ്റേഷനിലാണ്? ശക്തികുളങ്ങര സ്റ്റേഷനിലായിരുന്നു. ഇപ്പോൾ SSB കൊല്ലത്ത് വർക്ക് ചെയ്യാണ്. പേരെന്താ? ആശ. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഒന്ന് പറയാമോ? സംഭവം ഇവർ രണ്ടുപേരും 2019 SIയുടെ ട്രെയിനിങ്ങിൽ കെപ്പയിലുണ്ടായിരുന്നവരായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള പരിചയമാണ് ഇവർ തമ്മിൽ. പിന്നീട് ആ ബന്ധം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയും വട്ടിയൂർക്കാവിൽ സ്റ്റേഷനിൽ ഏട്ടനെ അവിടെ ജോലി പ്രൊബേഷൻ SI ആയിട്ടിരിക്കുമ്പോൾ ആശ മാഡം ഇതുപോലെ ആറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇതുപോലെ അവർ ഞങ്ങളുടെ അവിടെ വട്ടിയൂർക്കാവിലെ സ്റ്റേഷനിൽ പോകാൻ വേണ്ടിയിട്ട് ദൂരമായതുകൊണ്ട് വട്ടിയൂർക്കാവിലൊരു വീടെടുത്തിരുന്നു. ഞങ്ങളുടെ അച്ഛൻ, അതായത് ഏട്ടൻ്റെ അച്ഛനെയും അമ്മയും അനിയനെയും എന്നെയും കുഞ്ഞിനെയും കൂടെ, 6 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, അതിനെയും കൂടെ ഞങ്ങൾ വട്ടിയൂർക്കാവിലെ വീട്ടിലേക്ക് പോയായിരുന്നു വാടകയ്ക്ക്. പെട്ടെന്നൊരു ദിവസം ഇതുപോലെ ഞങ്ങളുടെ എല്ലാം തിരികെ വീട്ടിൽ കൊണ്ടാക്കുമായിരുന്നു. വീട്ടിൽ കൊണ്ടാക്കിയിട്ട് പറഞ്ഞു വീട് വെക്കേറ്റ് ചെയ്യുക, എനിക്ക് വാടക കൊടുക്കാനൊന്നും പൈസ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് ഞങ്ങളെല്ലാം കൊണ്ടാക്കിയതിന് ശേഷം ഏട്ടൻ പക്ഷേ വീട് വെക്കേറ്റ് ചെയ്തില്ലായിരുന്നു, അവിടെ തന്നെ ആയിരുന്നു താമസം. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ പ്രണയിച്ചാണ് കല്യാണം കഴിക്കുന്നത്. 7 വർഷത്തോളം ഞങ്ങൾ പ്രണയിച്ചാണ് കല്യാണം കഴിക്കുന്നത്. അതിനുശേഷം വീട്ടിൽ സമ്മതിക്കാതായപ്പോൾ വളരെ നിർബന്ധം പ്രകാരമാണ്, എൻ്റെ വാശിപ്പുറത്താണ് അച്ഛൻ എനിക്ക് കല്യാണം നടത്തി തരുന്നത്. അച്ഛൻ ആർക്കും ഇഷ്ടമല്ലാഞ്ഞിട്ടും എൻ്റെ ഒറ്റ നിർബന്ധ പ്രകാരമാണ്. അപ്പോൾ ഈ പെട്ടെന്ന് ഈ വട്ടിയൂർക്കാവുന്ന ഇങ്ങനെ ആക്കിയതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം, ഒരു അകൽച്ച എന്നെ ഭയങ്കരമായിട്ട് അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവോയ്ഡ് ചെയ്യുക, വിളിച്ചാൽ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് കട്ട് ചെയ്യുക. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ മോളെ അമ്മാരത്തെ വീട്ടിൽ നിന്ന് വേളമാനൂരുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയാതെ വട്ടിയൂർക്കാവിൽ പോയായിരുന്നു. വട്ടിയൂർക്കാവിൽ പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ആശയും ഏട്ടനെയും അവിടെ കാണാൻ പറ്റി. അതായത് യൂണിഫോമിലല്ലായിരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു രീതിയിലല്ലായിരുന്നു അവരവിടെ ഉണ്ടായിരുന്നത്. അവളത് എന്താ ആശ അവിടെയെന്ന് ഇത് ആരാന്ന് ചോദിച്ചപ്പോൾ ആശയാണ്, അവിടെ ആറ്റിങ്ങിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലത് പറഞ്ഞിട്ട് ഞങ്ങളെ കണ്ട ആരും ആരടുത്തും പറയണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടെ വെച്ച് വഴക്കായി കരഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് ഏട്ടൻ്റെ അമ്മയുടെ അടുത്ത് വരുന്നത്. ഇതിൻ്റെ പേരിൽ നിങ്ങളെ ഈ രണ്ടുപേരും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആശ വീട്ടിൽ വന്നിട്ട് എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. അതായത് ഈ വട്ടിയൂർക്കാവ് നടന്ന സംഭവം എൻ്റെ സംശയമാണെന്ന് വരുത്തി തീർക്കാനായിട്ട് ഏട്ടൻ ആശയെ കൊണ്ട് വീട്ടിൽ വന്നായിരുന്നു. വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലെ സംശയമാണ്, എൻ്റെ തോന്നലാണെന്ന് പറഞ്ഞതിന് ശേഷം അമ്മയാണ് ആശയെ വിളിച്ച് വീട്ടിലോട്ട്, അതായത് ഏട്ടൻ്റെ അമ്മയാണ് ആശയെ വിളിച്ച് വീട്ടിലോട്ട് കയറ്റുന്നത്. എന്നിട്ട് അമ്മ പറഞ്ഞു വീട്ടിൽ വന്നതല്ലേ, രണ്ടായാലും കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് വിടാമെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഫുഡ് എടുക്കാൻ പറഞ്ഞു. ഫുഡ് എടുത്ത് വെച്ച് ഞാൻ തിരിച്ചു വന്നപ്പോൾ ആശയും ഏട്ടനും ബെഡ്റൂമിലായിരുന്നു, എൻ്റെ ബെഡ്റൂമിലായിരുന്നു. കയറി ചെന്ന് ഞാൻ കാണുന്നത് അവരെ എനിക്ക് കാണാൻ കൊള്ളരുതാത്ത രീതിയിലുള്ള ഒരവസ്ഥയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ട ഞാൻ പെട്ടെന്ന് ചേച്ചി എൻ്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആശയുടെ കാലിൽ ചെന്ന് പിടിച്ച് കരഞ്ഞ് അപേക്ഷിക്കുമായിരുന്നു. അപ്പോൾ അവർ കാലുകൊണ്ട് തട്ടി മാറ്റി എന്നെ പരിഹസിക്കുമായിരുന്നു. എനിക്ക് ഇനിയൊന്നും നീനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഇവരുടെ പരിഹാസം കണ്ടിട്ട് ഞാൻ പറഞ്ഞു എനിക്കിത് അച്ഛനെ വിളിച്ചറിയിക്കണം, എന്നെക്കൊണ്ടല്ലേ ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ അച്ഛനെ വിളിച്ച് പറയണം, എനിക്ക് എൻ്റെ പേരൻസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ഞാൻ ഫോൺ എടുക്കാനായിട്ട് പോയപ്പോൾ ആശ എന്നെ കൈ പിടിച്ച് തടഞ്ഞു നിർത്തുമായിരുന്നു, ഫോൺ എടുക്കാൻ സമ്മതിക്കാതെ. അതിനുശേഷം എന്നെ കഴുത്തിന് കുത്തി പിടിച്ച് ഭിത്തിക്കകത്ത് ചേർത്ത് നിർത്തി എൻ്റെ കവിളിലടിച്ചു. കവിളിലടിച്ചതിന് ശേഷം പറഞ്ഞു നീ ഇത് ആരെടുത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നു കളയെന്ന് പറഞ്ഞു. ആരെടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ കൊല്ലും, നിൻ്റെ കൊച്ചിനെയും ശരിയാക്കും, നിന്നെ കൊന്ന് കെട്ടിത്തൂക്കുമെന്ന് പറഞ്ഞു. കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് അത് ആത്മഹത്യയാക്കി ഞാൻ മാറ്റും, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റും, എൻ്റെ അച്ഛനെ അനിയത്തെയും കള്ളക്കേസിൽ അകത്താക്കും, അവർക്ക് ജാമ്യം പോലും കിട്ടാത്ത രീതിയിൽ ഞാനത് ചെയ്യും എന്ന് പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിച്ചു. ആ അടിച്ചതിന് ശേഷം ഒരുപാട് ചീത്ത വിളിച്ചു. പിന്നെ ശക്തി എടുത്ത് അവരെ തള്ളി മാറ്റിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് മാറുന്നത്. അപ്പോൾ ഇത് കേട്ട അമ്മ വരുമായിരുന്നു. അമ്മ വന്നിട്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതൊന്നും ഒരു സംഭവം നടന്നിട്ടില്ലാത്ത രീതിയിൽ ഞാൻ വീട്ടിൽ വന്നവരെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ ആ സ്റ്റോറി അങ്ങനെ മാറ്റിയെടുക്കുമായിരുന്നു. ഇപ്പോഴും ആശയെ പിന്നീട് ബന്ധപ്പെട്ടിരുന്നോ? ഇല്ല. ആശയെക്കുറിച്ച് എന്താണ് ഈ ഹസ്ബൻഡ് പറയുന്നത്? എന്താണ് ആശയെ പറ്റി അവർ പറയുന്നതും അവർ തമ്മിൽ ഒന്നുമില്ല, അവർ തമ്മിൽ എല്ലാം എനിക്ക് തോന്നിയതാണ്. ആശയായിട്ട് ഒരു ബന്ധമില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുമില്ലെന്നാണ് അവർ പറയുന്നത്. മൊബൈൽ ഫോണിൽ നിന്ന് ദൃശ്യങ്ങൾ കിട്ടിയത് അത് ഏട്ടൻ തന്നെ മദ്യപിക്കും, നല്ല രീതിയിൽ ഏട്ടൻ മദ്യപിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു, അതായത് ആറ്റിങ്ങിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഇതുപോലെ
അവിടെ SB സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ ഈ ഏട്ടൻ രാത്രി അവരുടെ ക്വാർട്ടേഴ്സിൽ സ്ഥിരം ചെല്ലുമായിരുന്നു. ആ സമയത്ത് അടുത്തുണ്ടായിരുന്ന ക്വാർട്ടേഴ്സിലെ പോലീസുകാരൻ അത് പരാതിപ്പെട്ടതും അതിനകത്ത് ഈ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചിട്ടുള്ളതുമാണ്. ഇത് സ്വന്തമായിട്ട് അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്. ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ച് അവർ വഴിയിട്ട് കൈവിട്ട കാര്യത്തിന് നീ നിൻ്റെ അച്ഛനും കൂടെ അന്വേഷിക്കാൻ ഇറങ്ങിയ ഒന്നും നടക്കത്തില്ല എന്ന് അങ്ങനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അതിനുശേഷം ഈ ഫോട്ടോ എൻ്റെ ഫ്രണ്ടിലിരുന്ന വീഡിയോ കോൾ ചെയ്യുന്നത്, എൻ്റെ കൂടെ ഇരുന്നിട്ട് അല്ലെങ്കിൽ ഞാൻ കാണണം എന്നുള്ള രീതിയിലാണ് അവർ തമ്മിൽ ചാറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഫോട്ടോ കാണിക്കുന്നത്, ഒരു ഫോട്ടോ ഉണ്ട്, അവർ ഒരു അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അത് ഇങ്ങനെ കണ്ടോ, ഇത് ഞങ്ങൾ പോയപ്പോൾ എടുത്ത ഫോട്ടോസായി. എൻ്റെ കൂടെ നിന്നോ എൻ്റെ കുഞ്ഞിനെ കൂടെ നിർത്തിയ ഒരു ഫോട്ടോ പോലും ആയിട്ട് എടുക്കത്തില്ല. ഈ ഒരു റിലേഷൻ വന്നതിന് ശേഷം പൂർണ്ണമായിട്ട് ഞാൻ അവിടെ വേസ്റ്റായിട്ടാണ് അവിടെ നിൽക്കുന്നത്. അത് കൂടാഞ്ഞിട്ട് അതായത് ഏട്ടൻ്റെ അനിയനും അമ്മയും പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും ഗവൺമെൻറ് സർവീസിലായിരുന്നു. അവർ റിട്ടയർ ആയപ്പോൾ 75 ലക്ഷം രൂപ അവർക്ക് കിട്ടിയെന്ന് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല അത്ര എമൗണ്ട് കിട്ടി. അതിനകത്ത് 50 ലക്ഷം രൂപ കൊണ്ടുവന്ന് ഇവിടെ കൊടുക്കണം, അവർക്ക് കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ നിനക്കിവിടെ SIയുടെ ഭാര്യയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഉപദ്രവിക്കുമായിരുന്നു എന്നെ. കമ്മീഷണർക്ക് പരാതി നൽകിയപ്പോൾ എന്താണ് കമ്മീഷണർ പറഞ്ഞത്? കമ്മീഷണറുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ജെന്യുവനായിട്ട് അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇതെല്ലാം സത്യമാണെന്ന് മാഡം മനസ്സിലാക്കി. അതായത് അന്വേഷിച്ചതിന് ശേഷം മാഡം അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം മാഡം ഞാൻ പരാതി കൊടുത്തതിൻ്റെ അന്ന് തന്നെ മാഡം എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. എനിക്ക് അത്രയും, അതായത് എന്നെ അത്രത്തോളം മനസ്സിലാക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു, എല്ലാ കാര്യങ്ങളും എനിക്ക് വേണ്ടിയായിരുന്നു മാഡം എല്ലാം ചെയ്തത്. അതുപോലെ അന്വേഷിച്ചതും മാഡത്തിന് അത്രയും ജെന്യുവിനിറ്റി ആ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് പക്ഷേ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ അവിടെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് DYSP തൊട്ടുള്ള അങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ഒരു ഉദ്യോഗസ്ഥർ വഴി ആശയുടെ കയ്യിൽ ആ മൊഴി കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത്. അതായത് എനിക്ക് മാഡത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ ഒരു കെയർ പിന്നീട് എനിക്ക് വേറെ അടുത്തുനിന്ന് കിട്ടിയിട്ടില്ല. എന്നെ എന്ത് ചെയ്താലും അവരുടെ കയ്യിൽ ആശയുടെയും അഭിഷേകിൻ്റെയും സ്വാധീനം ഉപയോഗിച്ച് എന്നെ തകർക്കാനാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അച്ഛനെയും എന്നെയും ഒക്കെ എന്തും പറയാനായിട്ടും എന്തും ചെയ്യാനായിട്ടുമാണ് ആശ നടക്കുന്നത്. കുഞ്ഞിനെയൊക്കെ വീഡിയോ കോൾ വിളിക്കായിരുന്നു ആശ അല്ല, ഏട്ടൻ്റെ ഫോണിൽ ആശ വിളിക്കുമ്പോൾ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ഇരുന്ന് വിളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ സ്കൂട്ടി എടുത്തിട്ട് കുഞ്ഞിനെയും കൊണ്ട് കടയിൽ പോകുകയെന്നും പറഞ്ഞ് പുറത്ത് പോകും. എന്നിട്ട് സ്കൂട്ടി വെളിയിൽ നിർത്തിയിട്ട് ആശയെ വിളിച്ചിട്ട് കുഞ്ഞിൻ്റെ അടുത്ത് പറയും, മോളെ അമ്മയെന്ന് വിളിക്കുമെന്ന് പറയും. കുഞ്ഞിത് കഴിഞ്ഞിട്ട് അവൾക്കറിയാമല്ലോ ഈ പേരിൽ എന്നെ ഉപദ്രവിക്കുന്നതും എൻ്റെ പേരിൽ വഴക്ക് നടക്കുന്നത്. 2.5 വയസ്സേ ഉള്ളൂ വന്നാൽ കുഞ്ഞിന്, 2 വയസ്സോ 2.5 വയസ്സോ. അപ്പോൾ ആ സമയം ഇത് കഴിഞ്ഞ ഉടനെ കുഞ്ഞ് വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, അമ്മ അച്ഛൻ ഇതുപോലെ ആശ ആൻറ്റിയെ വിളിച്ച് കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മയെന്ന് വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കുഞ്ഞ് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ അത് കേൾക്കേണ്ടി വരുന്ന മാനസികാവസ്ഥ വളരെ ദയനീയമാണ്. അടുത്ത നടപടികൾ എന്തൊക്കെയാണ്? പരവൂർ ഇന്നലെ വീണ്ടും എൻ്റെ മൊഴി എടുത്തായിരുന്നു. അതിനകത്തും എനിക്ക് ഇട്ടിരിക്കുന്ന സെക്ഷൻസിലൊന്നും ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഞാൻ അനുഭവിച്ചത് അത്രത്തോളം അല്ല. ഒരുപാട് രീതിയിൽ ഞാൻ ആരെ അഭയം പ്രാപിക്കുമായിരുന്നു, ഏത് സ്റ്റേഷനിൽ ഞാൻ പോകുമായിരുന്നു, ആരെടുത്ത് കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ അച്ഛൻ എൻ്റെ അടുത്ത് പറയുന്നത്, മോളെ നമുക്കിതുപോലെ മാഡത്തെ കാണാം, അവിടെ നമുക്ക് സംരക്ഷണം കിട്ടും, മാഡം നമ്മളെ മനസ്സിലാക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ മാഡത്തിനെ കാണാനായിട്ട് അവിടെ പോകുന്നത്. അവിടെ എനിക്ക് മാഡത്തിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരു രീതിയിലുള്ള അപ്രോച്ചാണ് കിട്ടിയത്. പക്ഷേ ഇന്നലെ കിട്ടിയെടുത്തുനിന്നുള്ള സെക്ഷൻസ് ഇട്ടതോ അല്ലെങ്കിൽ ഇതിന് വേണ്ട നടപടി ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ ഞാൻ അനുഭവിച്ചതിനുള്ളതല്ല എനിക്ക് കിട്ടി. ഇപ്പം നിങ്ങളോടൊപ്പമല്ല അഭിഷേക്? ഇല്ല, 1 വർഷമായിട്ട് ഞാൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ വേളമാനൂരത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. 2 SIമാർ ചേർന്നിട്ടാണ് ഇപ്പോൾ ഒരു കുടുംബം ഇല്ലാതായിരിക്കുന്നത്. ഒരു കുട്ടിക്ക്, 2.5 വയസ്സായ കുട്ടിക്ക് പിതാവിനെ അല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹത്തിൽ നിന്ന് പിച്ചി മാറ്റുന്നത്. ഇപ്പം മോൾക്ക് 6 വയസ്സുണ്ട്. 6 വയസ്സായ കുട്ടിക്ക് ഒരു കുടുംബം, അച്ഛനും അമ്മയുടെ സ്നേഹം ലഭിക്കാതെ പോവുകയാണ്. ഈ കേസുമായി പോലീസിൽ പരാതി നൽകിയിരിക്കുന്ന നടപടികളുമായി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇപ്പോൾ അഭിഷേകിൻ്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത്. മാനസികമായുള്ള പീഡനത്തിൽ നിന്ന് ഇവർക്ക് രക്ഷ വേണമെന്നും നീതി വേണമെന്നുമാണ് ഇവർ സിറ്റി പോലീസ് കമ്മീഷണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.